ഈ വർഷം അതായത് 2025 നടന്ന സെക്കൻഡ് ടേം എക്സാമിനേഷനിൽ 10ാം ക്ലാസ്സിലെ ഗണിത ചോദ്യവുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യങ്ങളുടെ ഉത്തരം നമുക്കിവിടെ നിന്ന് ചർച്ച ചെയ്ത് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 3 - 5 എന്നാണ്. പൊതുവ്യത്യാസം എത്ര എന്നുള്ളതാണ്. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ ആൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് 3 - 5 എന്നാണ്. ഇതിന്റെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എത്ര എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ പല രീതിയുണ്ട്. അതിൽ ഒന്നിതാണ് ഇതിന്റെ എണ്ണാം പദം, അതായത് ബീജഗണിത രൂപം 3 - 5 എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എന്നിന്റെ ഗുണകമായിരുന്ന സംഖ്യ ഏതാണോ അതായിരിക്കും അതിന് പൊതുവ്യത്യാസം. ഇവിടെ എന്നിനെ -5 കൊണ്ടാണ് ഗുണിക്കുന്നത്. 5 കൊണ്ടല്ല, -5 കൊണ്ടാണ്. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് -5 ആണ്. ഇതാണ് ഇതിന്റെ രീതി. -5 ആണ് ഉത്തരമായിട്ട് വരുന്നത്. മറ്റു രീതിയിൽ കണ്ടെത്താൻ വേണ്ടി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഒന്നാം പദം രണ്ടാം പദം കിട്ടിക്കഴിഞ്ഞാൽ പൊതുവ്യത്യാസം കാണാൻ നമുക്ക് രണ്ടാം പദത്തിന് ഒന്നാം പദം കുറക്കണം എന്നറിയാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒന്നാം പദം രണ്ടാം പദം കാണാം. എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാം പദം കിട്ടും, എന്നിന് 2 വില കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാം പദം കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് 3 കുറക്കണം 5 ഗുണിക്കണം 1 ആണ്. അതായത് 3 കുറക്കണം 5 × 3 ആണ് 5. 5 ന്ന് 3 കുറച്ചാൽ 2 ആണ്. 3 ന്ന് 5 കുറച്ചാൽ -2 ആണ്. അപ്പോൾ ഒന്നാമത് -2 കിട്ടും. രണ്ടാമത് എന്ന് പറയുന്നത് ഈ എന്നിന് എന്ത് ചെയ്താൽ മതി, 2 കൊടുത്താൽ മതി. അപ്പോൾ 3 കുറക്കണം 5 ഗുണിക്കണം 2 എന്ന് വരും. അതായത് 3 - 5 × 2 10 ആണ്. 10 ന്ന് 3 കുറച്ചാൽ 7, 3 ൽ 10 കുറച്ചാൽ -7 ആയിരിക്കും. അപ്പോൾ രണ്ട് പദം രണ്ടാമതും ഒന്നാമതും കിട്ടിയ അവസ്ഥക്ക് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് രണ്ടാമതുമായ -7 നിന്ന് ഒന്നാം പദമായ -2 കുറച്ചാൽ മതി. അതായത് -7 മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും, +2 എന്ന് വരും. -7 2 കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആദ്യം +2 പിന്നെ -7 നിന്നു. അപ്പോൾ 2 ന്ന് 7 കുറക്കുമെന്നായി. 7 ന്ന് 2 കുറച്ചാൽ 5 ആണ്. അപ്പോൾ 2 ന്ന് 7 കുറച്ചാൽ -5. ഈ രീതിയിൽ അങ്ങനെ കണ്ടെത്താം. പക്ഷെ അതിൻ്റെ ആവശ്യം ഈ ചോദ്യത്തിലില്ല. എന്നാം പദം അല്ലെങ്കിൽ അതിന്റെ ബീജഗണിത രൂപം തന്ന അവസ്ഥക്ക് എന്നിന്റെ ഗുണിതമായിട്ട് ഏതാണ് വരുന്നത് അതായിരിക്കും ഒരു പൊതുവ്യത്യാസം. അപ്പോൾ ഒന്നാമത്തെ ഇതിലെ ആൻസർ വരുന്നത് D -5 എന്നതായിരിക്കും. രണ്ടാമത്തെ ചോദ്യം: സംഖ്യാജോഡി 3, 8, സംഖ്യാജോഡി 5, 6 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര വ്യാസമായ വൃത്തകേന്ദ്രത്തിന്റെ സൂചകസംഖ്യ എന്തെന്നുള്ളതാണ്. ഒരു വ്യാസത്തിന്റെ അഗ്രബിന്ദുക്കളാണ് 3, 5, 5, 6. അപ്പോൾ ആ വൃത്തത്തിന്റെ കേന്ദ്രത്തിന്റെ സൂചകസംഖ്യ എന്താന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഈ കേന്ദ്രം എന്ന് പറയുന്നത് ആ വ്യാസത്തിന്റെ മധ്യബിന്ദുവാണ്. അപ്പോൾ ഈ 2 ബിന്ദുക്കൾ അഗ്രബിന്ദുക്കളായി വരുന്ന വരയുടെ മധ്യബിന്ദു ആയിരിക്കും വൃത്തകേന്ദ്രത്തിന്റെ സൂചകസംഖ്യയിൽ വരുന്നത്. അപ്പോൾ മധ്യബിന്ദു കാണാൻ എളുപ്പവഴി എന്താണ്, ഇതിന്റെ x കോർഡിനേറ്റ് 2 കൂട്ടിയിട്ട് പകുതിയാക്കുക. ആദ്യത്തെ x എന്ന് പറയുന്നത് 3 × 5/2, അതായത് 8/2 എന്ന് പറഞ്ഞാൽ 4. ഇതാണ് x കോർഡിനേറ്റ് വരുന്നത്. y കോർഡിനേറ്റ് എന്ന് പറയുന്നത് y സൂചകസംഖ്യയുടെ തുകയുടെ പകുതിയായിരിക്കും. അപ്പോൾ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് 8 × 6, 8ഉം 6ഉം കൂട്ടി അതിന്റെ പകുതിയാക്കുക. 8 6 കൂട്ടിയ 14 ആണ്. 14/2 അതായത് 7 എന്ന് കിട്ടും. അതുകൊണ്ട് ഇതിന്റെ മധ്യബിന്ദു സൂചകസംഖ്യ എന്ന് പറയുന്നത് 4 ഓർഡേർഡ് പെയർ 4, 7 ആണ്. 4 7 ആണ്. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. വ്യാസത്തിന്റെ നടുക്കുള്ള ബിന്ദുവാണ് വൃത്തകേന്ദ്രം എന്നറിയും. വൃത്തകേന്ദ്രം കാണാനുള്ള വഴി അതിന്റെ നടുക്കുള്ള ബിന്ദുവിന്റെ സൂചകസംഖ്യ കാണാൻ വേണ്ടി x കോർഡിനേറ്റ് തുകയുടെ പകുതി കണക്കാക്കുക, y കോർഡിനേറ്റ് തുകയുടെ പകുതി കണക്കാക്കിയാൽ മതിയാവും. ചോദ്യം മുഴുവൻ ബോർഡിൽ എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആൻസർ നോക്കുന്ന കുട്ടികൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ വെക്കുക നന്നായിരിക്കും. മൂന്നാമത്തെ ചോദ്യം: ചിത്രത്തിലെ മട്ടത്രികോണത്തിന്റെ ഏറ്റവും ചെറിയ വശത്തിന്റെ നീളം എത്ര എന്നുള്ളതാണ്. ഒരു മട്ടത്രികോണം തന്നിട്ടുണ്ട്. ഇതിന്റെ മട്ടകോണം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കോൺ 60 ഡിഗ്രി എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ 60 ഡിഗ്രി എതിരുള്ള വശം 6 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിന്റെ ഏറ്റവും ചെറിയ വശത്തിന്റെ നീളം എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇതിനെ കണക്കാക്കാൻ വെച്ച് കഴിഞ്ഞാൽ മട്ടത്രികോണത്തിൽ ഈ കോൺ 90, ഇത് 60 ആയതുകൊണ്ട് ഈ മൂന്നാമത്തെ കോൺ 30 ഡിഗ്രിയാണ്. കാരണം ആകെ കോണുകൾ കൂട്ടിയാൽ 150 ഡിഗ്രി ആയതുകൊണ്ട്. അപ്പോൾ 30, 60, 90 കോണുള്ള ഒരു ത്രികോണമാണെന്ന് വ്യക്തമാണ്. 30, 60, 90 ഡിഗ്രി കോണുള്ള മട്ടത്രികോണമാണെന്ന് വ്യക്തമാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാം ഈ ത്രികോണത്തിന്റെ വശങ്ങളുടെ ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1:√3:2 എന്നാണ്. എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിക്കുള്ള വശം 1 യൂണിറ്റ് ആണെങ്കിൽ 60 ഡിഗ്രിക്കെതിരെ √3 ആയിരിക്കും,
90 ഡിഗ്രിക്കെതിരെ ഈ 1ന്റെ ഇരട്ടി എന്തായിരിക്കും 2 ആയിരിക്കും. ഈ രീതിയിലാണ് 30, 60, 90 ആകുമ്പോൾ വശങ്ങൾക്കുള്ള പ്രത്യേകത. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 30 ഡിഗ്രിക്കെതിരെയുള്ള ഈ വശം എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഈ 60 ഡിഗ്രിക്കെതിരെ എത്രയാണ് 6ആണ്. 60 ഡിഗ്രിക്കെതിരെ √3 സ്ഥാനത്ത് എന്താ വരുന്നത് 6 വരുന്നത്. ഇത് 6 വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ 1ന്റെ സ്ഥാനത്ത്, അതായത് 30 ഡിഗ്രിക്കെതിരെ 1ആണ്, 1ന്റെ സ്ഥാനത്ത് വരുന്നത് എന്തായിരിക്കും 6/√3 ആയിരിക്കും. 6/√3 ഇതെന്തായിരിക്കും 2 × 6/√3 ആയിരിക്കും മൂന്നാമത്തത്. അപ്പൊ നമുക്കിവിടെ ഇത് കണ്ടെത്തേണ്ടതാണ്. 6/√3 ആണ് ഈ 30 ഡിഗ്രിക്കെതിരെയുള്ള വശം എന്ന് പറയുന്നത്. പക്ഷെ ആൻസറിൽ 6/√3 ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 6/√3 ഛേദത്തിലെ 3 എന്ത് ചെയ്യണം, √3 ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും ഛേദത്തെ √3 ഗുണിക്കുക, ഇവിടെ √3 ഗുണിക്കുക. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് 6√3/√3 എത്രയാണ് 3 കിട്ടും. ഈ 3 6ൽ 2 പ്രാവശ്യം പോകും. അപ്പോൾ 2 × √3 2√3 കിട്ടും. അപ്പോൾ 2√3 ഇവിടെ ആൻസർ ആയിട്ട് വരിക. അതായത് B 2√3 കറക്റ്റ് ആയിട്ട് വരിക. ഈ ഒരു ചോദ്യം പലപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാറുണ്ട്. 30, 60, 90 ആകുമ്പോൾ വട്ടത്തിലൂടെ വശങ്ങളുടെ ഈ ബന്ധം 1:√3:2 ആണ് എന്ന കാര്യം മനസ്സിലാക്കിയാൽ മതിയാവും. നാലാമത്തെ ചോദ്യം, ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. PA, PB ഇവ വൃത്തത്തിലെ തൊടുവരകളാണ്. കോൺ AOB 110 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ കോൺ APB എത്ര ഡിഗ്രി എന്നുള്ളതാണ് ചോദ്യം. കോൺ APയുടെ അളവാണ് കണ്ടെത്തേണ്ടത്. ഇങ്ങനെ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് തൊടുവരിയാണ്, ടാൻജന്റ് ആണ്. ഇത് തൊടു ബിന്ദുവാണ്. ഈ ബിന്ദു ഉൾപ്പെടുന്ന ആരും ഉണ്ടാക്കുന്ന കോൺ ഇത് 90 ഡിഗ്രി ആണെന്നറിയാം. ഇതും 90 ഡിഗ്രി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 150 ആയി. അപ്പോൾ 110നോട് എത്ര ചേർത്താൽ 100 ആകെ 360 ഡിഗ്രി കിട്ടണം. അപ്പോൾ 110നോട് എത്ര ചേർത്താൽ 180 നോക്കാൻ വേണ്ടി നമുക്കറിയാം 70 ഡിഗ്രിയാണ്. അപ്പോൾ മൂന്നാമത്തെ കോൺ ഈ നാലാമത്തെ കോൺ 70 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ അതാ കണ്ടെത്തല്ലേ APB സമം എത്രയാണെന്ന് ചോദ്യം, അത് നമുക്ക് 70 ഡിഗ്രി എന്ന് കിട്ടും. ഇങ്ങനെ ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ 110നോട് എത്ര ചേർത്താൽ 180 നോക്കിയാൽ മതി. അപ്പോൾ 70. ഇവിടെ ഇപ്പോൾ 120 ആണെങ്കിൽ എന്തായിരിക്കും ഇത് 60 ആയിരിക്കും. ഇത് 100 ആണെങ്കിൽ ഇത് എന്തായിരിക്കും 80 ആയിരിക്കും. ആ രീതിയിൽ ഈ രണ്ടും കൂടി കൂട്ടിയാൽ 180 കിട്ടിയാൽ മതി. കാരണം ഈ കോണും 90 ഡിഗ്രിയാണ് എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എത്രയാണ് C 70 ഡിഗ്രിയാണ്. അഞ്ചാമത്തെ ചോദ്യം, x² + kx - 12 = x + r × x - 2. അങ്ങനെയാണെങ്കിൽ കെയുടെ വില എന്തെന്നുള്ളതാണ് ചോദ്യം. x² + kx - 12 x + r × x - 2 വിപുലീകരണമാണ്. അങ്ങനെയാണെങ്കിൽ കെയുടെ വില എന്താണെന്നുള്ള ചോദ്യം. നമ്മൾ 8ാം ക്ലാസ്സിൽ ഇങ്ങനെ ഒരു സർവ്വസമവാക്യം പഠിക്കുന്നുണ്ട്. x + a × x + b = x² + a + b × x + ab ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ എയുടെ ഇതിന്റെ x + a × x + b യുടെ വിപുലീകരണത്തിൽ എയുടെയും ബിയുടെയും തുകയാണ് എക്സിന്റെ ഗുണകമായിട്ട് അല്ലെങ്കിൽ കോയിഫിഷ്യൻ്റായിട്ട് വരുന്നത്. അതുപോലെ എയുടെയും ബിയുടെയും ഗുണകരമാണ് ഈ ചരങ്ങളില്ലാത്ത സംഖ്യ എന്ന് വരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക് എളുപ്പത്തിൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ x + r × x + r × x - 2 വിപുലീകരിച്ച് നോക്കിയാലും ഉത്തരത്തേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ 6 - 2 ഇതാണ് എയുടെയും ബിയുടെയും സ്ഥാനത്തുള്ളത്. അപ്പോൾ അവയുടെ തുകയാണ് എന്ത് വരുന്നത് കെ വരുന്നത്. അപ്പോൾ കെ എന്ന് പറയുന്നത് 6 + -2 അത് കണ്ടെത്തിയാണ്. അപ്പോൾ അതായത് കെ സമം 6 ഒരു പ്ലസ് ഒരു മൈനസ് ഇവിടെ മൈനസ് കിട്ടും. 6 - 2 6 - 2 എത്രയാണ് 4. അപ്പോൾ 4 ആണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. എളുപ്പമുള്ള ചോദ്യമാണ്. എന്തെങ്കിലും ഇത് അറിയില്ലെങ്കിൽ ഈ രീതി അറിയില്ലെങ്കിൽ ഇത് വിപുലീകരിച്ച് നോക്കിയാൽ മതി. ഇങ്ങനെയുള്ള ഒരുപാട് ഘടകക്കര രീതി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈ രണ്ട് സംഖ്യയുടെ തുകയാണ് എക്സിന് ഗുണമായിട്ട് വരിക. ഈ രണ്ടിന്റെയും ഗുണനഫലമാണ് ഈ സംഖ്യപ്രധാനം. ഇപ്പം 6ഉം -2 ഗുണിച്ചതാണ് എന്ത് വരിക നെഗറ്റീവ് വന്നിട്ട് കിട്ടുന്നത്. ഗുണനഫലമാണ് ഇത് വരിക. തുകയാണ് ഈ കെയുടെ എക്സിന് ഗുണമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ കെയുടെ 4ആണ് ആൻസർ ആയിട്ട് വരിക. ആറാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നതിൽ x + y > 180 ഡിഗ്രി ആകുന്ന ചിത്രങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ്. ഇവിടെ 4 ചിത്രം തന്നിട്ടുണ്ട്. ഞാൻ 4 ചിത്രം ഇവിടെ വരയ്ക്കുന്നില്ല. ഈ ചോദ്യം നമ്മളെ എന്താ പറയുക ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലേറ്ററായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണെങ്കിൽ അതായത് ഒരു ചതുർഭുജത്തിന് 4 മൂലകളും അല്ലെങ്കിൽ 4 വെർട്ടെക്സും ഒരു വൃത്തത്തിലെ ബിന്ദുക്കളാണെങ്കിൽ അത് ചക്രീയ ചതുർഭുജമാണെന്നും അങ്ങനെയാണെങ്കിൽ അതിന്റെ എതിർശേഷ കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കുമെന്ന് കണക്കാക്കാം. ഇപ്പം ഇവിടെ ഒരു എക്സും ഇവിടെ ഒരു വൈയും ആണെങ്കിൽ x + y കൂട്ടിയാൽ 180 ആയിരിക്കും. ഇവിടെ ഒരു പിയും ഇവിടെ ക്യൂ ആണെങ്കിൽ ഈ p + q എന്ന് പറയുന്നത് കൂട്ടിയാൽ എന്തായിരിക്കും p + q എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അത് നമുക്ക് പഠിച്ച് അറിയാം. ഇനി മറ്റു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വെർട്ടെക്സിൽ ഒരെണ്ണം
വൃത്തത്തിനുള്ളിലാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സിനേക്കാൾ കൂടും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് എതിർശീർഷ കോണുകൾ കൂട്ടുമ്പോൾ എന്തായിരിക്കും? 150 കൂടുതലായിരിക്കും എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടും കൂടി കൂട്ടിയാൽ 150 കുറവായിരിക്കും. അതേപോലെ ഇതിപ്പോൾ വെളിയിലാണെങ്കിൽ ഈ മൂല എന്ന് പറയുന്നത് വെളിയിലാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ എക്സിനേക്കാൾ കുറവാണ് വരിക. ആ സമയത്ത് ആ കോണും ഈ എതിർ കോണും കൂടി കൂട്ടിയാൽ 150 കുറവായിരിക്കും. ഇത്രയും കാര്യങ്ങൾ അറിയുന്നതിന് കുട്ടിക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഒന്നാമത്തെ ചിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന്, ഇത് ഈ മൂല എന്ന് പറയുന്നത് ഉള്ളിലോട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഈ കോണും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 150 വലുതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രണ്ട് കോണും കൂട്ടിയാൽ 150 കുറവായിരിക്കും. അപ്പോൾ അതാണ് എക്സും വൈ ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എക്സ് പ്ലസ് വൈ, ഒന്നാമത്തേല് എക്സും വൈയും കൂട്ടിയത് 150 ചെറുതായിരിക്കും. അപ്പോൾ നമ്മളെ ഈ പറഞ്ഞ ബന്ധം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. രണ്ടാമത്തേല് നമുക്കറിയാം അതിന്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. ഇതേ ചിത്രം തന്നെ ഇവിടെ വൈയും ഇവിടെ എക്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബിന്ദു ഉള്ളിലാണ് വരുന്നത്. അതുകൊണ്ട് ആ എക്സും വൈയും കൂടി കൂട്ടിയത് 150 വലുതായിരിക്കും. അപ്പോൾ ഇത് ശരിയാവുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൽ ഈ പറഞ്ഞ പ്രസ്താവന ശരിയായി വരുന്നതാണ്. മൂന്നാമത്തേല് ആ വൈ എന്ന കോൺ വെളിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ വൈ എന്ന കോണും എക്സ് എന്ന കോണും കൂടി കൂട്ടുന്നത് 150 ചെറുതായിരിക്കും. മൂന്നാമത്തെ കേസിൽ എക്സും വൈയും കൂട്ടിയത് 150 ചെറുതായിരിക്കും. അപ്പോൾ അതും പറ്റില്ല. നാലാമത്തേല് വെളിയിൽ വരുന്നത് വേറൊരു കോണാണ്, എക്സും വൈയും അല്ല. അപ്പോൾ എക്സും വൈയും ഉള്ളിലാണ് മറ്റൊരു കോണാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എക്സും വൈയും കൂടി കൂട്ടിയത് 150 വലുതായിരിക്കും. നാലാമത്തേല് എക്സും വൈയും അല്ലാതെ മറ്റു രണ്ട് കോണുകൾ അതിലൊന്ന് വെളിയിലാണ് വരുന്നത്. അതുകൊണ്ട് അത് ആ കോണും ഉള്ളിലെ കോണും കൂടി കൂട്ടിയാൽ 150 ചെറുതായിരിക്കും. അതുകൊണ്ട് എക്സും വൈയും കൂട്ടിയാൽ 150 വലുതായിട്ട് വരും. അപ്പോൾ ഇത് ശരിയാകുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിൽ രണ്ടാമത്തെയും നാലാമത്തെയും പ്രസ്താവനയാണ് ശരിയായി വരുന്നത്. അപ്പോൾ ഉത്തരം എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരം സി ആണ്. 2, 3 ആയിട്ടാണ് വരുന്നത്. ഓക്കെ. ഏഴാമത്തെ ചോദ്യം ഇതുപോലെ രണ്ട് പ്രസ്താവന തരുന്നതാണ്. പ്രസ്താവന 1ഉം പ്രസ്താവന 2 ഞാൻ വായിക്കാം. തന്നിരിക്കുന്ന പ്രസ്താവന വായിക്കുന്നു. പ്രസ്താവന 1, സംഖ്യാജോഡി 3, 4, സംഖ്യാജോഡി 3, 8 എന്നീ ബിന്ദുക്കളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന വര y അക്ഷത്തിൽ സമാന്തരമാണ്. അതാണ് ഒന്നാമത്തെ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന, രണ്ട് ബിന്ദുക്കളുടെ എക്സ് സൂചക സംഖ്യ തുല്യമാണെങ്കിൽ അവ യോജിപ്പിക്കുന്ന വര y അക്ഷത്തിൽ സമാന്തരമാണ്. ഇതാണ് രണ്ടാമത്തെ പ്രസ്താവന. എന്നിട്ട് ചോദ്യം ഇതാണ്, താഴെ തന്നിരിക്കുന്നത് ശരിയായ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, ആദ്യത്തെ പ്രസ്താവന സംഖ്യാജോഡി 3, 4 അതുപോലെ സംഖ്യാജോഡി 3, 8 എന്നീ ബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വര y അക്ഷത്തിൽ സമാന്തരമാണ്. ഇവിടെ നമുക്കറിയാം എക്സ് സൂചക സംഖ്യ രണ്ടും ഒരേപോലെയാണ്. എക്സ് സൂചക സംഖ്യ രണ്ടും ഒരേപോലെയാണെങ്കിൽ അത് y അക്ഷത്തിൽ സമാന്തരമായ വരിയിൽ ബിന്ദുക്കളാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ പ്രസ്താവനയാണ് രണ്ടാമത് പറയുന്നത്, രണ്ട് ബിന്ദുക്കളുടെ എക്സ് സൂചക സംഖ്യ തുല്യമാണെങ്കിൽ അവ യോജിപ്പിക്കുന്ന വര y അക്ഷത്തിന് സമാന്തരമാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ പ്രസ്താവനയെ സ്വാധീനിക്കുന്ന ഒരു ഉദാഹരണമാണ് ഒന്നാമത്തേത്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് പ്രസ്താവന 2 ശരിയാണ്. അതായത് സിയ വരിക. പ്രസ്താവന 2 ശരിയാണ്. അതായത് 3, 4, 3, 8 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര y അക്ഷ സമാന്തരമാണ്. കാരണം എക്സ് സൂചക സംഖ്യ രണ്ടും ഒരുപോലെ ആയതുകൊണ്ട്. പിന്നെ പറയുന്നത് രണ്ട് ബിന്ദുക്കളുടെ എക്സ് സൂചക സംഖ്യ തുല്യമാണെങ്കിൽ അവ യോജിപ്പിക്കുന്ന വര y അക്ഷ സമാന്തരമാണ്. അതുകൊണ്ടാണ് നമുക്കത് 3, 4, 3, 8 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര y അക്ഷ സമാന്തരമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രസ്താവന 2 ശരിയാണ്. പ്രസ്താവന 1ന്റെ കാരണമാണ് പ്രസ്താവന 2. ഇതാണ് ശരിയായ ഉത്തരം വരിക. അപ്പോൾ സി കറക്റ്റ് ആൻസർ ആണ്. എട്ടാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കുക. പ്രസ്താവന 1, ഒരു വൃത്തത്തിലെ രണ്ട് ഞാനുകൾ വൃത്തത്തിനുള്ളിൽ മുറിച്ചു കടക്കുമ്പോൾ ഒരു ഞാണിന്റെ ഭാഗങ്ങളുടെ ഗുണനഫലവും മറ്റേ ഞാണിന്റെ ഭാഗങ്ങളുടെ ഗുണനഫലവും തുല്യമാണ്. ഇവിടെ ഈ ഒരു വൃത്തം, ആ വൃത്തത്തിലെ രണ്ട് ഞാനുകളാണ് ഇപ്പൊ എ ബിയും സി ഡി എന്ന് വിചാരിക്കുക. അവ ഗണിക്കുന്ന പോയിന്റ് ആണ് ഇ എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത്, ഒരു വൃത്തത്തിലെ രണ്ട് ഞാനുകൾ വൃത്തത്തിലൂടെ മുറിച്ചു കടക്കുമ്പോൾ ഒരു ഞാനിന്റെ ഭാഗങ്ങളുടെ ഗുണനഫലവും, അതിപ്പോൾ ഇവിടെ എ ഇ ഇൻറ്റു ബി അത് തന്നെയായിരിക്കും സി ഇ ഇൻറ്റു ഡി. ഇതാണ് ആ ചോദ്യത്തിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രസ്താവന, രണ്ട് ത്രികോണങ്ങളുടെ കോണുകൾ തുല്യമാണെങ്കിൽ വശങ്ങളുടെ മാറ്റം ഒരേ രീതിയിലാണ്. രണ്ട് ത്രികോണങ്ങളുടെ കോണുകൾ തുല്യമാണെങ്കിൽ വശങ്ങളുടെ മാറ്റം ഒരേ രീതിയിലാണ്. നമുക്കറിയാം ഇത് പ്രൂവ് ചെയ്യുന്നത് എന്ത് ചെയ്താൽ മതി. ഇവിടെ ബി സി എന്ന് പറഞ്ഞ് യോജിപ്പിക്കുന്നു, അതുപോലെ എ ഡി യോജിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടും. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ട്രയാങ്കിൾ ആണ് നമുക്ക് അറിയാം. എന്തുകൊണ്ട്? ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് ഇത് രണ്ടും തുല്യമാണ്. അതുപോലെ ഈ ഒരു ചാപത്തിലെ കോണാണ് ഇത്.
അതേ ചാപത്തിലെ കോൺ തന്നെയാണ് ഇതും. അപ്പോൾ ഈ രണ്ട് കോണുകൾ തുല്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും മൂന്നാമത്തെ കോൺ എന്ന് പറയുന്നത് ഇതിന്റെ മൂന്നാമത്തെ കോണിന് തുല്യമായിരിക്കും. ഈ രീതിയിൽ ഈ രണ്ട് ത്രികോണങ്ങൾ സിമിലർ ആണെന്ന് കണ്ട് അതിന്റെ വശങ്ങൾ മാറ്റം ഒരേ തോതിലാണ് എന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് നമ്മൾ A × B = C × D യിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം വരുമ്പോൾ രണ്ടും ശരിയാണ്. അതായത് പ്രസ്താവന 2 ശരിയാണ്, പ്രസ്താവന 1ന്റെ കാരണമാണ് പ്രസ്താവന 2. അതായത് സി ആണ് ഇവിടെ ശരിക്കും ഉത്തരം വരുന്നത്. അതായത് A × B = C × D എന്നത് കറക്റ്റാണെന്ന് അർത്ഥം. അതുപോലെ ഇത് കറക്റ്റാവാനുള്ള സാധ്യത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ത്രികോണങ്ങൾ കോണുകൾ തുല്യമാണെങ്കിൽ വശങ്ങളുടെ മാറ്റം ഒരേ രീതിയിലാണ്. ഈ രണ്ട് സിമിലർ ട്രയാങ്കിൾ ആണെന്ന് കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു പെട്ടിയിൽ 12 വെളുത്ത മുത്തുകളും 8 കറുത്ത മുത്തുകളും ഉണ്ട്. പെട്ടിയിലേക്ക് നോക്കാതെ ഒരു മുത്ത് എടുത്താൽ 1 വെളുത്ത മുത്താകാനുള്ള സാധ്യത എന്താണ്? 2 ഈ പെട്ടിയിലേക്ക് എത്ര വെളുത്ത മുത്തുകൾ കൂടി ഇട്ടാൽ കറുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത 1/3 ആകും. രണ്ട് ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഒരു പെട്ടിയിൽ 12 വെളുത്ത മുത്തുകളുണ്ട്. അപ്പോൾ വൈറ്റ് മുത്തുകൾ 12 എന്നും ബ്ലാക്ക് കറുത്ത മുത്തുകൾ എന്ന് പറയുന്നത് 8 ഉണ്ടെന്നാണ് പറയുന്നത്. ഇനി പെട്ടിയിലേക്ക് നോക്കാതെ ഒരു മുത്ത് എടുത്താൽ ഒന്നാം ചോദ്യം, വെളുത്ത മുത്താകാൻ സാധ്യത എന്താണ്? എങ്ങനെയാണ് നമ്മൾ സാധ്യത കണക്കാക്കുക? സാധ്യത എന്ന് പറഞ്ഞാൽ ആകെ ഉള്ളതിൽ അനുകൂല ഫലങ്ങൾ എത്ര, ആകെ ഫലങ്ങളിൽ അനുകൂല ഫലങ്ങൾ എത്ര എന്നുള്ളതാണ് ചോദ്യം. അല്ലെ, അതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ ആകെ എന്ന് പറഞ്ഞാൽ 12 8 ആണ്, അത് 20 ആകെ മുത്തുകൾ. അതിൽ വെളുത്ത മുത്താകാൻ സാധ്യത എത്ര വെളുത്ത മുത്തുണ്ട്? 12 ഉണ്ട്. അപ്പോൾ 12 വെളുത്ത് 20ൽ 12 ആണ്. ആകെ 20 എണ്ണത്തിന്റെ അകത്ത് 12 ആണ് വെളുത്ത മുത്തുകളുള്ളത്. അപ്പോൾ വെളുത്ത മുത്താകാൻ സാധ്യത 20ൽ 12 ആണ്. 20ൽ 12 നമുക്ക് എത്ര കിട്ടും? ലഘൂകരിച്ചാൽ 20ലും 12 4 പോകും. 3 4 12, 5 4 20, 3/5 അല്ലെ 5ൽ 3. 5ൽ 3 ആണ് ഒന്നാമത്തെ ആൻസർ വരുന്നത്. വെളുത്ത മുത്താണ് സാധ്യത 5ൽ 3 ആണ്, 3/5 ആണ്. ഈ പെട്ടിയിലേക്ക് രണ്ടാമത്തെ ചോദ്യം, ഈ പെട്ടിയിലേക്ക് എത്ര വെളുത്ത മുത്തുകൾ കൂടി ഇട്ടാൽ കറുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത 1/3 ആവുന്നതാണ്. എത്ര വെളുത്ത മുത്തുകൾ കൂടി ഇട്ടാൽ കറുത്ത മുത്താണ് കിട്ടാനുള്ള സാധ്യത 1/3 ആകും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എക്സ് വെളുത്ത മുത്തുകളാണ് ഇടുന്നതെന്ന് ഇരിക്കാം. പെട്ടിയിലേക്ക് എക്സ് വെളുത്ത മുത്തുകൾ കൂടി ഇടുന്നിരിക്കാം. അപ്പോൾ വെളുത്ത മുത്തുകളുടെ എണ്ണം എന്താവും? 20. ആകെ 20 ആണ്. 20 ഒരു എക്സ് കൂടി കൂട്ടിയാൽ 20 + x ആണ് ആകെ മുത്തുകളുടെ എണ്ണം. അതിൽ കറുത്ത മുത്ത് എത്ര കറുത്ത മുത്തുണ്ട്? 8 ആണ്. അപ്പോൾ കറുത്ത മുത്താണ് സാധ്യത 20 + x എന്ന ആകെ ഇതിൽ എത്ര? 8 ആയിരിക്കും. 20 8/20 + x, ഇതാണ് കറുത്ത മുത്താണ് സാധ്യത. ഇത് ചോദ്യത്തിൽ എത്ര എന്ന് പറയുന്നു? 1/3 എന്ന് പറയുന്നു. ഒന്ന് ശ്രദ്ധിക്കൂ, എക്സ് ആണ് വെളുത്ത മുത്ത്, അധികമായിട്ട് ഇടുന്ന വെളുത്ത മുത്ത്. അപ്പോൾ വെളുത്ത മുത്തുകളും കറുത്ത മുത്തുകളും എല്ലാം കൂടി ചേർന്ന് ആകെ നേരത്തെ പറഞ്ഞ 20 പറഞ്ഞാൽ അതിൽ കൂടി ഒരു എക്സ് കൂടി കൂടുന്നർത്ഥം. അപ്പോൾ 20 + x ആണ് മൊത്തം മുത്തുകൾ. അതിൽ കറുത്ത എത്ര ഉണ്ട്? 8 എണ്ണം. അപ്പോൾ 8/20 + x ആണ് കറുത്ത മുത്ത് കിട്ടാൻ സാധ്യത. അത് ചോദ്യം 1/3 ആണെന്ന് പറയുന്നു. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഗുണിച്ച് ക്രോസ് ആയിട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 1 × 20 + x, അതായത് 20 + x = 8 × 3 24 കിട്ടും. 20 x കൂട്ടിയില്ല 24 കിട്ടുന്നത്. അപ്പോൾ x കാണാൻ വേണ്ടി 24 20 കുറക്കുക. 24 കുറച്ചാൽ കിട്ടും, നമുക്ക് 4 കിട്ടും. അപ്പോൾ ഇവിടെ എക്സിന് വില 4 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ അധികം ഇടുന്ന വെളുത്ത മുത്താണ്. അപ്പോൾ വെളുത്ത മുത്ത് ഇടുന്നത് എത്ര വെച്ചാൽ അധികം 4 ആണ്. 10ാമത്തെ ചോദ്യം, ഒരു സമാന ശ്രേണിയുടെ 8ാം പദം 23ഉം ഒരു സമാന ശ്രേണിയുടെ 8ാം പദം എന്ന് പറയുന്നത് 23 എന്ന ചോദ്യത്തിൽ തരുന്നുണ്ട്. 11ാം പദം 27 ആണ്. 11ാം പദം 27 ആണ്. രണ്ട് പ്രസ്താവന തരുന്നുണ്ട്. എന്നിട്ട് ഒന്നാമത്തെ ചോദ്യം, ശ്രേണിയുടെ 5ാം പദം എത്ര? 5th ടേം എത്രയാണ്? ശ്രേണിയുടെ 17ാം പദം എത്രയാണ്? അതായത് 17th ടേം എത്രയാണ് ചോദ്യം. പിന്നെ ശ്രേണിയുടെ ആദ്യത്തെ 24 പദങ്ങളുടെ തുക കണക്കാക്കുക. ഇപ്പോൾ 3 ചോദ്യം ഇതിനോടനുബന്ധിച്ചുണ്ട്. ഇപ്പോൾ സമാന ശ്രേണി 8ാം പദം 23ഉം 11ാം പദം 27ഉമാണ്. ശ്രേണിയുടെ 5ാം പദം എത്ര എന്നുള്ളതാണ്. ഈ ചോദ്യത്തിൽ പല രീതിയിൽ കാണാൻ വേണ്ടി പറ്റും. ഒന്നുകിൽ നമുക്കത് കോമൺ ഡിഫറൻസ് കണ്ടെത്തിയിട്ട് 5ാം പദം കണക്കാക്കാം, അതുപോലെ 17ാം പദം കണക്കാക്കാം, പിന്നെ 24 പദങ്ങൾ തുക കണക്കാക്കാം. ആ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ എഴുതാം. 8ാം പദം 23, അതായത് x8 എന്ന് പറയുന്നത് 23ഉം 11ാം പദം x11 എന്ന് പറയുന്നത് 27ഉമാണ്. ഒരു പൊതുവ്യത്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം, പദവ്യത്യാസം സ്ഥാന വ്യത്യാസം, പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ 17ാം പദം 27ആണ്. അപ്പോൾ 27 കുറക്കണം 23, അതായത് പദങ്ങളുടെ വ്യത്യാസം.
അപ്പോൾ ഈ സ്ഥാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? 11 മൈനസ് 8, 11 മൈനസ് 8. അപ്പോൾ 20 കുറച്ച് 4 കിട്ടും. 4/11 8 കുറച്ചാൽ 3 കിട്ടും. അപ്പോൾ 4/3. 4/3 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അഞ്ചാമതും കണക്കാക്കാം. അഞ്ചാമതും കണക്കാക്കാൻ എന്താ വഴി? അഞ്ചാമതെന്ന് പറഞ്ഞാൽ പിന്നെ 8-ാം പദം 23 8-ാം പദം 23. 23 നിന്ന് ഒരു 3 പൊതുവ്യത്യാസം കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 5-ാം പദം കിട്ടും. 8-ാം പദം 23 നിന്ന്, അതായത് എക്സ് 5 കാണാൻ വേണ്ടിയിട്ട് 23 8-ാം പദത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ഒരു 3 പൊതുവ്യത്യാസം, അതായത് 3 ഗുണിക്കണം 4/3. 4/3 പൊതുവ്യത്യാസം. അപ്പോൾ 3-ന് 4/3 കണക്കാക്കിയാൽ മതി. അതായത് 23 4/3 കുറച്ചാൽ 3 കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് 4 കിട്ടും. 23 മൈനസ് 4, അതായത് 19. അപ്പോൾ 5-ാം പദം 19 എന്ന് കിട്ടി. പിന്നെ പറഞ്ഞ ശ്രേണിയുടെ 17-ാം പദം. 17-ാം പദം കാണാൻ എന്ത് ചെയ്താൽ മതി? 11-ാം പദം 27. 11-ാം പദം 27. അപ്പോൾ എക്സ് 17 കണക്കാക്കേണ്ടത്. അപ്പോൾ 11-ാം പദമായ 27 എന്ത് ചെയ്താൽ മതി? ഒരു 6 പൊതുവ്യത്യാസം കൂട്ടി. 6 പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ 6 ഗുണിക്കണം 4/3. അപ്പോൾ 3 6 2 പ്രാവശ്യം പോകും. അപ്പോൾ 27 പ്ലസ് 2 8 കിട്ടും. 27 8 കൂട്ടി എത്രയാ? 35. അപ്പോൾ എക്സ് 17 35 എന്നും കിട്ടി. ഇനി നമ്മൾ പറയുന്നത് ശ്രേണിയുടെ 24 പദങ്ങളുടെ തുക കണക്കാക്കാനാണ്. 24 പദങ്ങളുടെ തുക കണക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യ പദം കണ്ടെത്തി പിന്നെ 24-ാമത്തെ പദം കണ്ടെത്തിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ മറ്റൊരു വഴിയാണ്, നമുക്കറിയാം ഇതിന്റെ സം എന്ന് പറയുന്നത് n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് അവസാന പദം x1 പ്ലസ് x24. ഇത് കണക്കാക്കിയാൽ നമുക്ക് അതിന്റെ തുക കിട്ടും. പക്ഷേ x1 x24 ഇത് ഓരോന്ന് കണക്കാക്കുന്നതിന് പകരം വേറെ എളുപ്പവഴിയുണ്ട് ഇവിടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഓൾറെഡി 7-ാം പദം എത്ര കിട്ടിയിട്ടുണ്ട്? നമുക്ക് 8-ാം പദം എന്ന് പറയുന്നത് 23. പിന്നെ നമുക്ക് മൊത്തം ഇതിന്റെ 1-ാം പദം എന്ന് പറഞ്ഞാൽ ഇത് 1, ഇവിടെ 24. അപ്പോൾ ഈ മൊത്തം സ്ഥാനങ്ങൾ കൂട്ടിയാൽ നമുക്ക് 1 + 24 25 ആണ് ഇവിടെ സ്ഥാനമായിട്ട് വരുന്നത്. അതേ സ്ഥാനമായി വരുന്ന 2 സംഖ്യകൾ നമുക്ക് കണ്ടെത്താം. ഇപ്പോൾ x17ഉം x8ഉം x17ഉം കൂട്ടുന്നത് തന്നെയാണ് x1ഉം x24 കൂട്ടുന്നത് നമുക്കറിയാം. കാരണം നോക്കൂ, 8ഉം ഇവിടെ എന്താ 17. അപ്പോൾ 8ഉം 17ഉം കൂട്ടിയതാണ് 25. ഇവിടെ 1 24 കൂട്ടിയതാണ് 25. അപ്പോൾ x8 എന്ന് പറയുന്ന ഇതും x17 എന്ന് പറയുന്ന ഇതും കൂടി കൂട്ടിയതായിരിക്കും x1ഉം x24 കൂടി കൂട്ടിയത് നമുക്കറിയാം. അത് വെച്ച് എളുപ്പത്തിൽ ചെയ്യാം. സമം എന്ത് കിട്ടും? നമുക്ക് 24 ഇവിടെ n. അപ്പോൾ 24/2 ഇൻറ്റു x8 എത്രയാണ്? x1 + x24 വരെ നമുക്ക് x8 + x17 എഴുതാം. അപ്പോൾ 27 + 35 എന്ന് കിട്ടും. x8 23 ആണ്. 23 + 35 എന്ന് കിട്ടും. അതായത് ഒന്നുകൂടി ലഘൂകരിച്ചാൽ 24/2 12 ആണ്. 12 ഇൻറ്റു 23 35 കൂട്ടി എത്ര കിട്ടും? നമുക്ക് 58. 58നെ 12 കൊണ്ട് ഗുണിക്കുന്നു. 2 8 16, 2 5 11 11, 1 8 1 5 5 കൂട്ടിയാൽ 6 9 6 696 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി എളുപ്പം. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ x1 കണ്ടെത്തണം, x24 ഇവിടെ ഭിന്നസ് d എന്ന് പറയുന്നത് 4/3 എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ഒരു ഭിന്നസംഖ്യ ആയതുകൊണ്ട് x1ഉം x24 കാണുമ്പോൾ ഭിന്നസംഖ്യയാണ് കിട്ടുക. അതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. x8ഉം x17ഉം കൂടി കൂട്ടിയത് എന്താണോ അത് തന്നെയാണ് x1ഉം x24 കൂടി കൂട്ടിയത്. അത് നമുക്കറിയാം. കാരണം ഇവിടെ സ്ഥാനം ഇവിടെ 1ഉം 24-ാമത്തെ സ്ഥാനം കൂടി കൂട്ടിയതാണ്. ഇവിടെ 8-ാമത്തേതും 17-ാമത്തെ സ്ഥാനം കൂട്ടിയ തുല്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 696 ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. 15-ാമത്തെ ചോദ്യം. ചിത്രത്തിൽ ചതുരത്തിന്റെ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ചതുരത്തിന്റെ 2 മൂലയുടെ സൂചകസംഖ്യ തന്നിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ ചോദ്യം, മറ്റ് 2 മൂലയുടെ സൂചകസംഖ്യകൾ എന്താണ്? രണ്ടാമത്തെ, ചതുരത്തിന്റെ വികരണ നീളം കണക്കാക്കുക. ഇവിടെ A2 3 C 6 4 എന്ന് തന്നിട്ടുണ്ട്. ബിയുടെയും സിയുടെയും സൂചകസംഖ്യ കാണാനാണ് ആദ്യത്തെ ചോദ്യം. അതിനെന്താ എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ ചിത്രത്തിൽ ചതുരത്തിന്റെ വശങ്ങൾ അക്ഷങ്ങൾക്ക് സമാന്തരമാണ്, അക്ഷരങ്ങൾക്ക് പാരലാണ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ AD എന്ന വര, ഈ വര y അക്ഷത്തിലെ കുത്തിനുള്ള വരയാണ്, y അക്ഷ സമാന്തരമാണ്.
വൈ എച്ച് സമാന്തരമാണെങ്കിൽ അതിൻ്റെ എക്സ് സൂചസംഖ്യ ഒരുപോലെയായിരിക്കും. അതുകൊണ്ട് എയുടെ എക്സ് സൂചസംഖ്യ 2 തന്നെയായിരിക്കും, ഡിയുടെ എക്സ് സൂചസംഖ്യയായിട്ട് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ സി ഡി എന്ന് പറയുന്ന ഈ വര എക്സ് എച്ച് സമാന്തരമായതുകൊണ്ട് സിയുടെ വൈ സൂചസംഖ്യ 4 തന്നെയായിരിക്കും എന്തെന്ന് ഡിയുടേത്. അപ്പോൾ ഇവിടെ 2, 4 കിട്ടിയതാണ് ഡിയുടെ സൂചസംഖ്യ 2, 4. അതുപോലെ ബി സി എന്ന് പറയുന്ന വര വൈ എച്ച് സമാന്തരമായതുകൊണ്ട് സിയുടെ എക്സ് സൂചസംഖ്യ എന്താണോ അത് തന്നെയായിരിക്കും ബിയുടേത്. അതായത് 6 ആയിരിക്കും ഇതിൻ്റെ എക്സ് സൂചസംഖ്യ. അതുപോലെ എ ബി എന്ന് പറയുന്ന വര എക്സ് എച്ച് സമാന്തരമായതുകൊണ്ട് എയുടെ വൈ സൂചസംഖ്യ 1 തന്നെയായിരിക്കും ബിയുടേത്. അപ്പോൾ 6, 1 കിട്ടും. അപ്പോൾ ഇത് 2, 4 എന്നും ഇത് 6, 1. ഇവിടെ മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ. എക്സ് എച്ച് സമാന്തരമായ വരയാണെങ്കിൽ അതിൻ്റെ വൈ സൂചസംഖ്യ ഒരേപോലെ ആയിരിക്കും, വൈ എച്ച് സമാന്തരമായ വരയാണെങ്കിൽ അതിൻ്റെ എക്സ് സൂചസംഖ്യ ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഇവർ 2, 4 എന്നും ഇവിടെ 6, 1 കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു ചോദ്യം കൂടി ഉണ്ട്. ചതുരത്തിന് വികരണം കണക്കാക്കുന്നുണ്ടാവും. വികരണം കണക്കാക്കാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ എ ഇന്ന് സിയിലേക്കുള്ള നീളം അല്ലെങ്കിൽ ബി ഇന്ന് ഡിയിലേക്കുള്ള നീളം കണക്കാക്കിയാൽ മതി. അപ്പോൾ എ സി കണക്കാക്കാം. എ സി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ. അപ്പോൾ 6 - 2 ഹോൾ സ്ക്വയർ. എക്സിന്റെ വ്യത്യാസത്തിന്റെ വർഗം പ്ലസ് വൈയുടെ വ്യത്യാസത്തിന്റെ വർഗം 4 - 1 ഹോൾ സ്ക്വയർ. 4 - 1 ഹോൾ സ്ക്വയർ കിട്ടും. അതായത് റൂട്ട് ഓഫ് 6 2 കുറച്ച 4, 4 സ്ക്വയർ പ്ലസ് 4 1 കുറച്ച 3, 3 സ്ക്വയർ കിട്ടും. അതായത് റൂട്ട് ഓഫ് 4 സ്ക്വയർ 16 പ്ലസ് 3 സ്ക്വയർ 9. അതായത് റൂട്ട് 16 9 25. 25 വർഗ്ഗമൂലം എത്രയാണ്? 5 കിട്ടും. അതായത് എ സി സമം 5. ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്.